ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. അഞ്ജിത നായർ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് അഞ്ജിത നായർ. ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ബ്യൂട്ടി ടിപ്സുകൾ നമുക്ക് പകർന്നു നൽകുന്ന ഒരു പെൺകുട്ടിയാണ് അഞ്ജിത. പണ്ടൊക്കെ ഇവർ ഒറ്റയ്ക്കായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ചേച്ചി ഇവരുടെ വീഡിയോസിലേക്ക് കൂടി സഹായിയായിട്ട് വന്നതാണ്. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടി കുറേ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അച്ഛനും കൂടെ എൻട്രി ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഫാമിലി വ്ളോഗ് സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലും കൂടിയാണ് അവരുടെ. കാരണം അവർ അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബ്യൂട്ടി ടിപ്സ് അവർ പറഞ്ഞു നൽകുന്നുണ്ട്. പിന്നെ അവരുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം പോലും നമ്മളറിയില്ല. അത്രത്തോളം മനോഹരമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവർ വളരെ ബുദ്ധിമതിയായിട്ടുള്ള സ്ത്രീയാണ് ഈ അഞ്ജിത. നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം, നമ്മുടെ സൊസൈറ്റി എന്തിൻ്റെ പിന്നാലെയാണ്, എന്ത് ദാരിദ്ര്യമാണ് നമ്മുടെ യുവാക്കളുടെ ഇടയിലുള്ളത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. ഒരു സോഷ്യൽ സർവീസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുകയും ആ വീഡിയോയിൽ കാശുണ്ടാക്കുകയും അവരുടെ ജീവിതം സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ ന്യൂഡായിട്ടൊന്നും എവിടെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഫുൾ ഡ്രസ്സോടുകൂടിയാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു പെൺകുട്ടീനെ നോക്കുന്ന എങ്ങോട്ടായിരിക്കുമെന്ന് പൂർണ്ണ ബോധത്തോടു കൂടി ക്യാമറ എവിടെ വെക്കണം, എന്ത് എക്സ്പോസ് ചെയ്യണമെന്ന് നല്ല ബോധ്യമുള്ള പെൺകുട്ടിയാണ് അഞ്ജിത. അപ്പോൾ അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. അത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുമുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കാം. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന അഞ്ജിതയാണോ തെറ്റുകാർ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വീഡിയോസ് കണ്ട് റീച്ച് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ സമൂഹമാണോ തെറ്റ്, ഒന്നും മനസ്സിലാവില്ല. ഞാൻ അഞ്ജിതയെ കുറ്റമൊന്നും പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ, ഈ സോഷ്യൽ മീഡിയ വന്ന കാലഘട്ടത്തിലൂടെ ശരിയും തെറ്റൊന്നുമില്ല. എല്ലാവരും റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാവർക്കും കാശുണ്ടാകണം, ഫെയിം ആവണം. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെ എല്ലാവരും കയ്യിൽ ഫോണുണ്ട്. ഫോണുള്ളവരൊക്കെ സ്വന്തമായിട്ട് കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഇത്രയും ടൈറ്റായിട്ട് നിൽക്കുന്ന കോമ്പറ്റീഷനുള്ളൊരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ റീച്ച് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുകയും അവർക്ക് പറ്റുന്ന കാര്യം എന്താണ്, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് അത് വെച്ച് അവർ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന, സെയിൽ ചെയ്യപ്പെടുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ കണ്ടൻറ്റുകളാണ്. അത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും നിങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത് നമുക്കറിയാം. ആ റീൽസിൽ ഒരു പാട്ടിന് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കാണിക്കണം, എന്ത് കാണിക്കാൻ പാടില്ല, എവിടെ എക്സ്പോസ് ചെയ്യണം, എങ്ങനെ റീച്ച് കിട്ടുമെന്ന് വ്യക്തമായ ധാരണയോടെയാണ് ഇന്നത്തെ പെൺകുട്ടികളൊക്കെ റീൽസ് ചെയ്യുന്നത്. ചുമ്മാ നടന്നു പോകുന്ന വീഡിയോസ് ആയിരിക്കും. ഒരു പെൺകുട്ടികൾ സാരി എടുത്ത് നടന്നു പോകുന്ന വീഡിയോസ് ആയിരിക്കും. അത് പിൻവശം കാണിച്ച് നടന്നു പോകുന്ന വീഡിയോസ് ഒരുപാടുണ്ട്, മുൻവശം കാണിച്ച് നടന്നു പോകുന്ന വീഡിയോസ് ഉണ്ട്. അങ്ങനെ പല വീഡിയോസ് ആയിരിക്കും. ഇതൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് ഭാഗമാണ് ആൾക്കാർ നോക്കുക, ആ ഭാഗം വെച്ച് റീച്ച് ആകുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റും ശരിയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ അഞ്ജിതയെ നമ്മൾ കുറേ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ എന്താ കാണിക്കണമെന്ന് വെച്ച് തെറി പറഞ്ഞ് ഇവരെ വീട്ടിലിരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 100 അഞ്ജിതമാർ ക്യൂ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി വരുന്നത് ഡിജിറ്റൽ ലോകം വലുതാണ്. അവിടെ കണ്ടൻറ് ക്രിയേറ്റേഴ്സും കൂടും, അവിടെ മത്സരം കൂടും. അപ്പോൾ എന്തൊക്കെ കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടൻറ്റ് ഉണ്ടാക്കുകയും അത് സെയിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ സെക്ഷലി കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ റീച്ച് കിട്ടുമ്പോൾ എന്താണോ കൂടുതൽ സെയിലാവണേ അത് നിർമ്മിക്കാനാണ് ആൾക്കാർ തയ്യാറാകത്തുള്ളൂ. മാർക്കറ്റിൽ എന്താണോ ആവശ്യം, അതിന് ഡിമാൻഡുള്ളപ്പോൾ അത് നിർമ്മിക്കാനുള്ള എല്ലാവരും ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അഞ്ജിതയൊക്കെ ഈ വലിയൊരു കടലിലെ ചെറിയ മീൻ മാത്രമാണ്. വലിയ വലിയ തിമിംഗലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ അഞ്ജിതനെ പോലുള്ള ചെറിയ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ആരുടെയും തെറ്റല്ല. ഈ കാലഘട്ടങ്ങൾ മാറുന്നു, നമ്മുടെ സാമൂഹിക ബോധങ്ങൾ മാറുന്നു, നമ്മുടെ വാല്യൂസ് മാറുന്നു. ഇന്ന് എന്ത് കാണിച്ചാലും ഫെയിം ആയാൽ മതി, എവിടെ പോയാൽ റീൽസ് എടുത്താൽ മതി, പ്രത്യേകിച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു വലിയൊരു ജനറേഷൻ നമ്മുടെ മുന്നിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാണ്ട് വേണമെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ അഞ്ജിത നായരെ പോലെയുള്ള ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ആരെയും ഉപദേശിക്കാനോ മാറ്റാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതിൻ്റെ ആവശ്യകതയില്ല. കാലം അങ്ങനെയാണ്. നാണം കെട്ടും പണം നേടുകൾ നാണക്കേട പണം മാറ്റുമെന്ന് പറയുന്ന പോലെ പണം സമ്പാദിക്കുക, പണം സമ്പാദിക്കുക, പണം സമ്പാദിക്കുക. ഇതിനപ്പുറത്തേക്ക് ഒരു ചിന്താഗതിയും ഇന്ന് ആരുടെയും മനസ്സിലില്ല. അതിന് ഏറ്റവും വലിയൊരു മേഖലയായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പണം സമ്പാദിച്ച് സെറ്റിലാവണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ ഏതറ്റം വരെ പോവുകയും, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസിന് പോലും നിങ്ങളെടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ തമ്പനയിലെ വാചകങ്ങൾ സെക്ഷൽ പരമായിട്ടൊരു വാചകങ്ങളാണ് ഇട്ടേക്കുന്നത്. കാരണം എന്താണ്, ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ വരുമ്പോൾ നമ്മുടെ വീഡിയോസ് തുറന്നു നോക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ള ആ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണല്ലോ ഇത് എഴുതിയിരുന്നത്.
അപ്പോൾ ഇനി അങ്ങനെയൊക്കെ തന്നെയാണ് കാലം. ആരെയും കുറ്റം പറയാനോ ആരെയും തിരുത്താനോ ശ്രമിക്കാണ്ട് നാടോടുമ്പോൾ നടുവേ ഓടുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരെ ബൈ. ഇതിനിടയിൽ അഞ്ജിത നായരുടെ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേര് ചുമ്മാ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. അവരുടെ ഒരുപാട് ബ്യൂട്ടി ടിപ്സുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ബ്യൂട്ടി ടിപ്സുകൾ വെച്ച് നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും അവരുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക.